ചക്കാമുക്ക് ദേശത്തിന്റെ പുലിമടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പുലികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചേട്ടാ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ പുലികളുടെ വിശേഷങ്ങളെ? ഞങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൂർവാധിക ശക്തിയായിട്ട് പങ്കെടുക്കാനുള്ള തീരുമാനമാണ്. മൊത്തം ദേശം തന്നെ ഒരു ഉത്സവ ലഹരിയിലായിരിക്കുന്നത്. ഞങ്ങളുടെ പുലികളുടെ അണിയറയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിന്റിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പെൺപുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, വരയപ്പുലിയുണ്ട്, കളർ പുലികളുമുണ്ട്, പുലികളുണ്ട്. കൂടെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിപ്പോ നമ്മൾ എത്രാമത്തെ വർഷമാണ്? ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ്. അതായത് അതിന് മുന്നേ ഞങ്ങൾ 13 വർഷം മുമ്പ് നിരന്തരം എല്ലാ സമ്മാനങ്ങളും അടിച്ച് നിർത്തിവെച്ചതാണ്. സാമ്പത്തിക പരാധീനത ഒരു ഘടകമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയായി പങ്കെടുക്കാനുള്ള തീരുമാനം എടുക്കുകയും നാട്ടുകാർ ഒന്നടങ്കം സഹകരിക്കുകയും അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ആഹ്ലാദത്തോടെ ഒന്നുചേരുകയും ചെയ്യുന്നതാണ്. ഒരുമയുടെ ഉത്സവമായ പുലിക്കളി നമ്മൾ എല്ലാവരും കൂടി ഗംഭീരമാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു വിനീതമായ അഭ്യർത്ഥന കൂടി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ പുലികളുടെ മാസ്കൊക്കെ, പുലിമുഖങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കാണാം. ഇതെല്ലാം ഏറ്റവും അവസാനത്തേക്കുള്ളതാണ്. നാക്ക് കടിച്ചു പിടിച്ചിട്ടുള്ള ആ പുലിയുടെ ക്രൗര്യം നിറഞ്ഞ ആ മുഖംമൂടികളാണ് ഉള്ളത്. ഇവിടെ പുലികളുടെ മെയ്യെഴുത്ത് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ വിശേഷങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാം. ചേട്ടാ, ഇപ്പൊ എത്രാമത്തെ പുലിയെ പറയുന്നത്? എത്രാമത്തെ ഇന്നത്തെ ഒരു 7 ഉണ്ട്. ഒരു പുലിയെ വരച്ചവർക്ക് എത്ര സമയം എടുക്കും? കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ ആള് പറയും. നമ്മളാളെ ഹെൽപ്പറായിട്ട് വന്നിട്ടുള്ള ഇത് എന്ത് പുലിയായിട്ടാ പറയുന്നത്? വരയൻ പുലിയാണോ അതോ പുള്ളിപ്പുലിയോ? പുള്ളിയാണ്. പുള്ളിപ്പുലിയാണ്. എത്രാമത്തെ പുലിയാ ഇന്നത്തെ? ഒരു മണിക്കൂർ എടുക്കുമോ? ഒരു മണിക്കൂറിലധികം പിടിക്കും, എടുക്കും. ചേട്ടാ എല്ലാ വർഷം പുലി പുറത്തൊക്കെ പോവാറുണ്ടോ ടീമിന്റെ കൂടെ? തന്നെയാണ്. ഇതിപ്പോ നമ്മള് നാടിന്റെ ഒരു അഭിമാനമാണല്ലോ അല്ലെ? ഇത് പുള്ളിപ്പുലിയാണ് എല്ലാ വർഷവും അല്ലെ? അങ്ങനെയൊന്നുമില്ല, വെറൈറ്റി നമുക്ക് കാണാം. ഇവിടെ ഒരു കുട്ടിപ്പുലി ഇവിടെ അങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയിലാ കുട്ടിപ്പുലി പഠിക്കണത്? കുട്ടിപ്പുലി 4. ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നേ? കഴിഞ്ഞെല്ലാം ഉണ്ടായിരുന്നോ? ഏത് പുലിയായിട്ടാ വരണേ? പുള്ളിപ്പുലിയാണോ? എന്താ വീട്ടിലാരെങ്കിലും വേറെ കെട്ടുന്നുണ്ടോ? അച്ഛനോ അപ്പനും മോനുമാണ്? ചേട്ടൻ എത്ര എല്ലാ വർഷം കേട്ടോ? എന്താണ് മോനിങ്ങനെ അച്ഛൻ കിട്ടുന്നത്? അവൻ പുലികളി കഴിഞ്ഞാലും പുലികളി നിർത്തില്ല. അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പൊ അവന്റെ അരമണിന്നത് അരമണിയൊക്കെ ആയിട്ട് കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അരമണി കെട്ടിട്ട് റെഡിയായോ? ആണോ? അരമണി അല്ല, വേഷട്ടില്ലെങ്കിൽ കരച്ചില. അപ്പൊ അല്ല കൊല്ലം ഒരു 2 കൊല്ലം ഇടുന്നു. കാനാട്ടിലെ ദേശത്തിലിടാറ്. അവര് പ്രാവശ്യം ഇല്ലല്ലോ. അപ്പൊ ഞങ്ങള് അവര് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എത്ര വർഷമായി? ഞാനൊരു 16-17 കൊല്ലം. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഈ പുലികളി എന്ന് വെച്ചാൽ ഓരോ ആളുകള് അടുത്ത തലമുറയിലേക്ക് ഇതിങ്ങനെ പകർന്നു കൊണ്ടോളല്ലേ? അപ്പനൊക്കെ ഇടാറുണ്ട്. പിന്നെ അത് ഞങ്ങള് പിന്നെ കുറച്ച് പേര് ഫാമിലികളാണ് തന്നെ ഇന്ത്യയില്. അവിടെ പിന്നെ പുള്ളിയുടെ നിർത്തിയല്ലോ. അവിടെ അങ്ങനെ കാനാട്ടരി മാറി. അപ്പൊ കാനാട്ടരി വട്ടില്ല. അപ്പൊ അവരൊക്കെ റഫില് പിടിക്കും മാറി. ചക്കമുക്കിൽ മാറി. എന്താണെങ്കിലും ഓണക്കാലത്ത് വേഷം കെട്ടാതിരിക്കില്ല. വേഷം കിട്ടും, നിർബന്ധമായിട്ട് കിട്ടും. 10-20 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. അല്ലെ നമുക്ക് ഇറങ്ങുമ്പോ ഒരു സംഭ്രമായി. പിന്നെ അടുത്ത കൊല്ലാവണേ. ഇതിന്റെ കൊട്ടുമുറുകുമ്പോ 2 ചോട് വെച്ച് അരമണി കിളിക്ക് കളിക്കുക. ഞങ്ങളൊരു ഫുൾ ടീം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങി കളി തുടങ്ങിയ പിന്നെ നടുവിലാല് തിരിയണം. കളി നിർത്തണം. ഫുൾ കളീന് എന്താണ് 2 സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ കുട്ടിപ്പുലിക്കാൻ? എങ്ങനെയാണ്? അവൻ ചിരിക്കണല്ലേ? എങ്ങനെയാണ്? ആരും താളം പിടിക്കണ്ട? താളുണ്ടോ? താളം വേണം. 2 സ്റ്റെപ്പ് കാണട്ടെ. എങ്ങനെയാണ് കാണട്ടെ? പിടിച്ചു കാണിക്കേ.
ഇപ്പൊ ഞാൻ കളിക്കേണ്ടി വരും. നാണം വന്നു പുലിക്ക് നാണം വരാൻ പാടില്ല കേട്ടാ. നാണം വന്നു. അപ്പൊ എന്തായാലും കളി നമ്മള് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ പുലിയാണ് അല്ലേ? അതാണ്. രണ്ട് വേറെ കൂട്ടുകാരുണ്ട്. നിങ്ങളെ വേഷം കേട്ടാണ്ടോ അതോ കിട്ടുന്നില്ല? കൂട്ടുകാരായിട്ടാണോ? ആഹാ മോൻ കിട്ടുന്നില്ല തവണ? ഇതാണ് ഒരു തലമുറ മുഴുവന് ഈ പുലികളിയുടെ ആ ഒരു ഊർജം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പൻ പഠിപ്പിച്ചത് മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ഇങ്ങനെ തലമുറയായിട്ട് പുലികളി ഈ തൃശ്ശൂരിന്റെ ഭാഗമാവുകയാണ്. അത് കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ പുലികളിയുടെ ഒരു വലിയ രസമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു താളവും ഊർജവും ഒക്കെ പകർന്നു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിട്ട് നമുക്ക് പറയാനുള്ളതും കാണാനുള്ളതും. എന്താണെങ്കിലും ഓരോ ദേശത്തെ പുലിമടകളിലെയും വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നമ്മളെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ പങ്കുവച്ചത് ചക്കാമുക്ക് ദേശത്തെ പുലിമടയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.